കേരള വിഷൻ ന്യൂസ്, കൊച്ചി. സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് കേരളത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ഇ.കെ. നായനാരുടെ വീട്ടിലെത്തി സുരേഷ് ഗോപി. നായനാരെക്കുറിച്ചുള്ള പുസ്തകം നൽകിയാണ് ഭാര്യ ശാരദ ടീച്ചർ സ്വീകരിച്ചത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ കോഴിക്കോടെത്തിയ സുരേഷ് ഗോപിയുടെ ആദ്യ സന്ദർശനം തളി ക്ഷേത്രത്തിലായിരുന്നു. പൂർണ്ണകുംഭം നൽകിയാണ് ഭാരവാഹികൾ സ്വീകരിച്ചത്. തുടർന്ന് ബി.ജെ.പി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി മാരാർജിയുടെ പ്രതിമയിൽ പൂമാല ചാർത്തി. പിന്നാലെ കണ്ണൂരിൽ പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലും പയ്യാമ്പലം മാരാർജി സ്മൃതി മണ്ഡപത്തിലും സന്ദർശനം നടത്തി. ഇതിനുശേഷമാണ് കണ്ണൂർ കല്യാശ്ശേരിയിലെ ഇ.കെ. നായനാരുടെ വസതിയിലെത്തിയത്. ഭാര്യ ശാരദ ടീച്ചർ പൂച്ചെണ്ടും പുസ്തകവും നൽകി സ്വീകരിച്ചു. സുരേഷ് ഗോപിയുമായി അടുത്ത വ്യക്തിബന്ധമാണുള്ളതെന്നും സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. മുൻപും വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണെന്നും മന്ത്രി എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശാരദ ടീച്ചർ കൂട്ടിച്ചേർത്തു. ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ, പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. ഇപ്പൊ രാഷ്ട്രീയക്കാരനായിരുന്നു, അയാൾ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇപ്പൊ അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ്. ഞാൻ സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നത് പല പ്രാവശ്യം വന്നതാണ്, പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. എന്നോട് വിളിച്ച് പറയും, ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിൽ എത്തിയാലേ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത്. രാഷ്ട്രീയമൊന്നും നിങ്ങൾ അതിൽ കാണണ്ട. അല്പസമയം മാത്രമേ വീട്ടിൽ ചെലവഴിച്ചുള്ളൂ എങ്കിലും ഉച്ചഭക്ഷണത്തിനൊപ്പം അല്പം മധുരം കൂടി കഴിച്ചതിനു ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. 2 നാൾ കൂടി മന്ത്രി കണ്ണൂരിൽ തുടരും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി സഹമന്ത്രി സുരേഷ് ഗോപി. വൈദികനെ വിവരദോഷിയെന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ നാവും